സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഈശോയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈശോയെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുവാൻ അവർ ശ്രമിച്ചു. കാരണം അവനെ അവർ രക്ഷകനായി സ്വീകരിച്ചില്ല. ഈശോ പറയുന്നുണ്ട്, ഒരു പ്രവാചകനും അവരുടെ സ്വന്തം നാട്ടിലും സ്വന്തം കുടുംബത്തിലും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന്, ബന്ധുക്കളുടെ ഇടയിലും. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന തിരുവചനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. വചനമാണ് അഭിഷേകം നൽകുന്നത്, വചനമാണ് ജീവൻ നൽകുന്നത്. ഈശോ പറഞ്ഞു, എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമുക്കറിയാം, അവൻ തന്നെ വചനമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാണ്. അതുകൊണ്ട് എമ്മാനുവലായ അവനെ ചേർത്ത് പിടിച്ച് വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനായിട്ടുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.